പരാതിയുമായി രംഗത്തെത്തുമ്പോൾ വളരെ ലഘൂകരിച്ച് കാണുകയും അങ്ങനെ അവരുടെ ബാത്റൂമിലൊക്കെ ഒളിഞ്ഞു നോക്കിയെങ്കിൽ ഒളിഞ്ഞു നോക്കിയിട്ട് പോയിക്കൊള്ളട്ടെ എന്ന തരത്തിലുള്ള പ്രതികരണവുമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നതാണ് വിദ്യാർത്ഥിനികളുടെ പരാതി. ഒരിക്കൽ കൂടി ആ റിപ്പോർട്ടിലേക്ക്. പോലീസ് നിരീക്ഷണത്തെ പോലും വെല്ലുവിളിച്ച് ഹോസ്റ്റലിൽ തുടർച്ചയായി എത്തിയ സാമൂഹ്യ വിരുദ്ധനെ രാത്രിയിൽ കണ്ട ഭയന്ന് സുരക്ഷിതത്വം ആവശ്യപ്പെട്ട വിദ്യാർത്ഥിനിക്ക് കായംകുളം പോലീസ് നൽകിയ മറുപടിയാണിത്. യാദൃശ്ചികമായിട്ട് കണ്ടതല്ലേ, നിങ്ങളത് വിട്ടേക്കണം. പിന്നെ ഒളിഞ്ഞോട്ടക്കാരാണെങ്കിൽ അവർ വന്നിട്ട് പൊക്കോളൂ എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. ഒളിഞ്ഞോട്ടക്കാരാണെങ്കിൽ വന്നിട്ട് അവർക്കൊരു ഇതും ഇല്ല, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അവർക്കൊരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ശുചിമുറിയിലടക്കം അപരിചിത സാന്നിധ്യം കണ്ട് ഒന്നുറങ്ങാൻ പോലും ആകാതെ ഭയന്നിരിക്കുന്ന വിദ്യാർത്ഥിനികളോടാണ് ഒട്ടും പരിഗണനയില്ലാത്ത മറുപടിയെന്ന് വേണം ഓർക്കാൻ. സ്ത്രീ സുരക്ഷയ്ക്ക് പരമപ്രാധാന്യം കൊടുക്കുന്ന സംസ്ഥാനത്താണ് 80ഓളം വിദ്യാർത്ഥിനികളെയും രക്ഷകർത്താക്കളെയും ആശങ്കയിലാക്കി രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധന്മാർ അഴിഞ്ഞാടുന്നത്. മുന്നേ കണ്ട CCTV ദൃശ്യങ്ങളടക്കം കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് വിവരം കൈമാറിയിട്ട് ആഴ്ച ഒന്ന് പിന്നിടുന്നു. ഒളിഞ്ഞു നോക്കാൻ വന്നവനാണെങ്കിൽ വിട്ടുകളയെന്ന് കുട്ടികളോട് പറഞ്ഞ അതേ ലാഘവത്തോടെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു. ഭയന്ന് വിറച്ച് കോളേജിൽ ബോധക്ഷയമുണ്ടായി വീണ വിദ്യാർത്ഥിനികളുടെ എണ്ണം 3. ഉറക്കം പോലുമില്ലാതെ പെൺകുട്ടികളുടെ മനോനില മോശമായിരിക്കുന്നുവെന്ന് അധ്യാപകർ തന്നെ സ്ഥിരീകരിക്കുന്നു. സർവകലാശാല പരീക്ഷാകാലത്തു കൂടിയാണ് ഈ അവസ്ഥയെന്നത് ദയനീയമാണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റി എക്സാമിനേഷനും കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് വലിയ പ്രയാസമുണ്ട്. നമുക്ക് ടീച്ചേഴ്സ് എന്നുള്ള നിലയിലും ഞങ്ങൾക്ക് വലിയ വിഷമമാണുള്ളത്. അധ്യാപകർക്ക് എല്ലാവർക്കും തന്നെ വലിയ വിഷമം തന്നെയാണുള്ളത്. അപ്പൊ നമ്മൾ ഇന്നലെ പോലീസിൽ ഡിവൈഎസ്പിയിൽ ചെന്നിട്ടുണ്ട്, ഓഫീസിൽ ചെന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നമ്മളുടെ ഒരു റിക്വയർമെന്റ് അത്യാവശ്യം പറഞ്ഞിരിക്കുന്നതും കുട്ടികളുടെ ആവശ്യമായിട്ട് മുൻനിർത്തി പറഞ്ഞിരിക്കുന്നതും ആദ്യം തന്നെ ആളെ കണ്ടുപിടിക്കുക എന്നുള്ള ഏറ്റവും പെട്ടെന്ന് തന്നെ മെഷേഴ്സ് എടുക്കണമെന്ന് തന്നെ നമ്മളത് ഫോഴ്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അനധികൃതമായാണ് ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നുവെന്നത് നഗരസഭയും സ്ഥിരീകരിക്കുന്നു. പക്ഷേ നടപടികൾ മാത്രം ഉണ്ടാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഞങ്ങൾ അനുഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാൾ വരുന്നത് ഞങ്ങൾ എല്ലാവരും കാണുന്നു, എന്നിട്ടും അത് ഞങ്ങളെ തോന്നലാണെന്ന് പറഞ്ഞ് ഇവർ തള്ളിക്കളയുന്നു. ഞങ്ങളുടെ ഉറക്കം പോയിട്ട് 5 ദിവസത്തിൽ കൂടുതലായി, ഞങ്ങൾ ആരും ഉറങ്ങുന്നില്ല, മര്യാദയ്ക്ക് ആഹാരം കഴിക്കാൻ കൂടി ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഒടുവിൽ നീതി തേടി വിദ്യാർത്ഥികളും അധ്യാപകരും കേരള സർവകലാശാലയെ സമീപിച്ചിരിക്കുകയാണ്. ഇന്നലെ MSM കോളേജിലെ അധ്യാപകർ തന്നെ നേരിട്ടെത്തി സർവകലാശാലയ്ക്ക് പരാതി കൈമാറി. ഡിഗ്രി പഠനം പൂർത്തിയാക്കാത്ത പൂർവ്വ വിദ്യാർത്ഥിക്ക് രാഷ്ട്രീയ ഇടപെടലിന് വഴങ്ങി PG പഠനത്തിന് അനുമതി നൽകി വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസം തകർത്ത അതേ കോളേജ് അധികൃതരും മാനേജ്മെന്റുമാണ് വീണ്ടും ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ശരണ്യ സ്നേഹജൻ, News 18, ആലപ്പുഴ.